ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബേക്കിങ്ങിലെ ഒരു റെസിപ്പിയാണ്. ഇഫ്താറിനൊക്കെ വളരെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് 1 പോട്ട് മീലാണ്. അപ്പോൾ അത് എങ്ങനെ ആക്കുന്നത് വെച്ചാൽ ആദ്യം നമുക്ക് മാവ് കുഴക്കുക. 2 കപ്പ് പൊടി, ഈസ്റ്റ്, പഞ്ചസാര, ഉപ്പെല്ലാം ചേർത്തിട്ട് ഇളം ചൂടുള്ള വെള്ളം കൂടിയിട്ട് ചേർത്തിട്ട് ഒന്ന് ഒരു ഡഫാക്കുന്നതാണ്. നമ്മൾ ഈ കുബൂസിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെ അതേ മെത്തേഡിൽ തന്നെ നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് പിന്നെ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ അത്ര സോഫ്റ്റ് അല്ല, കുറച്ചും കൂടി ഒരു ഹാർഡായിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. 1 കപ്പ് ഇളം ചൂടുവെള്ളം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കൈ വെച്ചാൽ നമുക്കൊരു ചൂട് ഫീൽ ചെയ്യണമല്ലോ. അപ്പം ആ ഒരു ചൂട്ടിലാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് സൈഡാക്കി വെക്കുക, കവർ ചെയ്തിട്ട്. ഇനി നമ്മൾ ചിക്കൻ സ്ട്രിപ്സാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി, ഉപ്പെല്ലാം ചേർത്തിട്ട് കുറച്ച് ഓയിൽ, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം കഴിഞ്ഞിട്ട് അത് നല്ല രീതിയിൽ കുക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് കുക്കായി കഴിഞ്ഞാലാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇടുന്നത്. ഞാനിവിടെ ക്യാപ്സിക്കം, ക്യാരറ്റും ഒരു ഉള്ളിയും കൂടി ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് ഞാൻ സ്ട്രിപ്പായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കുക്കായി എടുത്താൽ മതി. ക്യാരറ്റെല്ലാം നല്ലോണം കുക്ക് ചെയ്താൽ പിന്നെ അത് ഭയങ്കര എന്തോ ഒരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് കടിക്കുന്ന പാകമാകുമ്പം നമ്മൾ മസാലപ്പൊടിയെല്ലാം ഇട്ടിട്ട് ഒന്ന് മസാല റെഡിയാക്കി വെക്കുന്നതാണ്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. പിന്നെ ഇതിൽ ഞാൻ ജസ്റ്റ് മുളക് പൊടി മാത്രമേ ഇപ്പം നേരത്തെ ഇട്ടിട്ടുള്ളൂ. അതെല്ലാം കൂടിയിട്ട് നല്ലോണം കുക്ക് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ സ്റ്റിർ ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഇത് ഇളക്കിക്കൊണ്ട് വെക്കുക. ചിക്കൻ കുക്ക് ചെയ്ത് ആയിക്കഴിഞ്ഞാലാണ് ഞാനിത് പച്ചക്കറിയെല്ലാം ഇടുന്നത്. ഇപ്പം നിങ്ങൾക്ക് ക്യാബേജെല്ലാം വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാനത് 3 മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആ സമയം കൊണ്ട് നമ്മൾ പച്ചക്കറി അവിടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ചിക്കനും അതിൽ സംഭവം ആയിട്ട് അവിടെ സൈഡാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഡഫ് എടുത്തിട്ട് ഓരോ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ ചെറിയ പാറ്റീസാക്കി എടുക്കുക. പൂരിൻ്റെ സൈസ്, ഒരു വലിയ പൂരിൻ്റെ സൈസാണ് ഞാൻ ഇവിടെ പാറ്റീസ് ആക്കുന്നത്. അപ്പോൾ തിക്നെസ് എന്ന് പറയുന്നത് കുറച്ചൊരു കട്ടിയിലാണ് ഇത് പരത്തി കൊടുക്കുന്നത്. നീർങ്ങനല്ല, ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് എങ്കിലും ഈ ഒരു പാറ്റീസിൻ്റെ സൈസ് ആവണം. ആ ഒരു അളവിലാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് പരത്തിയിട്ട് റെഡിയാക്കി വെക്കാം. ഇതാ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ വലിയൊരു തവയിൽ പത്തലിൻ്റെ ഓടുണ്ടല്ലോ, ഏതെങ്കിലും ഓട്ടിലോ നമുക്കിത് ചുട്ടെടുക്കുന്നത്. ഒരു 5-6 ഇട്ടിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. എൻ്റെ ഓട്ടിൽ ഞാനിപ്പോൾ 4 ഇട്ടിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പം ആദ്യമേ തന്നെ നമ്മൾ ചൂടാനാകുമ്പം ഏകദേശം പരത്തി കഴിയുമ്പം തന്നെ ഞാൻ ഓട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്ന ചൂടായാൽ പിന്നെ ഒരു ക്രിസ്പി ആയിപ്പോവും. ഈ ചെറിയ മിനി കുബൂസ് ഉണ്ടല്ലോ, ഇത് പിന്നെ നന്ന ക്രിസ്പി ആകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കുക്കായേ വേണ്ടു. ക്രിസ്പി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കഴിക്കാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാ സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ് ഞാൻ റെഡിയാക്കുന്നതെന്ന് വെച്ചാൽ ഒരു 4-5 സ്പൂണ് മയനീസാണ്. മയനീസ് കുറച്ച് ഫ്രിഡ്ജിൽ ഞാൻ ആക്കിയിട്ട് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പം കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ചില ആൾക്ക് കെച്ചപ്പ് മതി. ഞാനിവിടെ സ്വീറ്റ് ആൻഡ് സോർ സോസാണ് ഒഴിച്ചിട്ടുള്ളത്. കാരണം നമ്മളെ മസാലയിൽ വേറൊന്ന് ഞാൻ പൊടികളൊന്നും ചേർത്തിട്ടില്ല. അപ്പം കെച്ചപ്പ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പം അതിന് പകരം ഹോട്ട് ആൻഡ് സ്വീറ്റ് സാറാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഉപ്പ് ഓൾറെഡി കണ്ടൻറ്റ് ഉപ്പ് ഉണ്ട്. അപ്പം മസാലയിൽ ഇടുമ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ മിക്സ്ചറിൽ ഉപ്പ് കൂടാണ്ടിരിക്കുക. അപ്പോൾ ചിക്കൻ ഓൾറെഡി ഉപ്പില്ലോണ്ട് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാം കൂടിയിട്ട് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപ്പ് ചേർക്കാവൂ. അപ്പോൾ നമ്മൾ മിനി കുബൂസിൻ്റെ മേലെ ഈ ഡ്രസ്സിങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഹോട്ട് ആൻഡ് സ്വീറ്റ് സാറ് വേണമെങ്കിൽ നിങ്ങൾക്ക് കെച്ചപ്പും കൂടി ഇടാം കേട്ടോ. അപ്പോൾ ഞാനിത് 1 സ്പൂണ് മാത്രം ഇതിങ്ങനെ ഇട്ടിട്ട് മസാല ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ്. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഫില്ല് ചെയ്ത് ഏകദേശം ഇത് കാണുന്ന പോലെ ഞാനൊരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. എൻ്റെ പുഡിങ്ങിൻ്റെ ഡിഷ് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഏത് ഡിഷിലാണ് ബേക്കിംഗ് ഡിഷ് ആയിരിക്കണം. അപ്പം ഓവൻ പ്രൂഫ് ഡിഷ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ സൈഡാക്കി വെക്കാം. ഇപ്പോൾ ഞാനൊരു ഈ പറഞ്ഞ പോലെ ഒരു വെയിറ്റുള്ള സാധനം ഇങ്ങനെ സൈഡാക്കി വെച്ചാൽ ഇതിങ്ങനെ നിൽക്കുമല്ലോ. അപ്പം എന്തെങ്കിലും അങ്ങനത്തെ വെയിറ്റുള്ള സാധനം വെച്ചിട്ട് നമ്മളെ പാറ്റീസൊക്കെ ഫില്ലാക്കിയത് ഇങ്ങനെ കോൺ ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാം കൂടിയിട്ട് നല്ലോണം ഫില്ലിങ് നിറച്ചിട്ട് നമ്മളെ മിനി കുബൂസൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ ചീസ് മേലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചീസ് ഞാനിങ്ങനെ സ്ലൈസ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നാൽ പിന്നെ ഒരുപോലെ മേലെ മാത്രമേ എനിക്ക് ചീസ് വേണ്ടൂ. അപ്പോൾ അതിൽ അനുസരിച്ചിട്ട് ചീസ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള പിസ്സ ചീസാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ചീസ് മെൽറ്റാകുന്ന രീതിയിൽ മാത്രമേ ബേക്ക് ചെയ്യേണ്ടൂ, ഓവർ ബേക്ക് ചെയ്യണ്ട. എന്നിട്ട് പിന്നെ നമ്മൾ ചൂടോടെ തന്നെ ഇത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് റെഡിയാക്കിയിട്ട് ഓവനിൻ്റെ ഉള്ളിൽ വെക്കാം. അപ്പോൾ ഇഫ്താറിൻ്റെ ടൈം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് ചൂടാക്കി മെൽറ്റാക്കിയിട്ട് സെർവ് ചെയ്യുന്നത് കുറച്ച് വ്യത്യാസമുള്ള റെസിപ്പിയാണ്. എപ്പോഴും നമ്മൾ നെയ്യ് പൊരിച്ചതും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്താൽ നല്ല ഒരു റെസിപ്പി ആയിട്ട് കിട്ടും. പിന്നെ ബേക്കിംഗ് പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയാം.